വെൽക്കം ബാക്ക് ടു അപ്പൊ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മൾ അങ്ങനെ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലേ. എന്തേ ഞാൻ സംസാരിക്കല്ലേ, വെയിലടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പുതിയൊരു വർഷത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാം നമ്മൾ കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കൂലെ. ഈ വർഷം ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ആയിരിക്കും, കുറെ നല്ല ഹാബിറ്റ്സ് അങ്ങനത്തെ ഒക്കെ കുറെ തീരുമാനങ്ങൾ എടുക്കും. അതുപോലെ തന്നെ പക്ഷെ നമുക്ക് എത്രത്തോളം അത് നടപ്പാക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ പ്രത്യേകിച്ച് പുതിയ തീരുമാനങ്ങളൊന്നും എടുത്തില്ല. അതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഓർക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ഒരു കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് നടന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഈ കൊല്ലത്തിൽ ഫെസ്റ്റ് തന്നെ ഉണ്ടായത് ഉണ്ണി ഉണ്ടായി. അതാണ് 8th ഫെസ്റ്റ്, അതായത് February 2nd എൻ്റെ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഉണ്ണി ഉണ്ടായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു വണ്ടി വാങ്ങിച്ചു, ഓട്ടോറിക്ഷ വാങ്ങിച്ചു. അപ്പൊ അങ്ങനെ 2 കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയുടെ പരിപാടികൾ, അങ്ങനത്തെ കുറെ സന്തോഷ നിമിഷങ്ങളുണ്ടായിരുന്നു. അവൾക്ക് ചോറ് കൊടുക്കുക, അവളുടെ നെയിമിംഗ് സെറമണി നടത്തിയത്, അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോയൊരു വർഷമായിരുന്നു നമ്മുടെ 2024 എന്ന് പറയുന്നത്. ഇനി 25 എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. വലിയ കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടി പോയി. വലിയ നല്ലൊരു ഇതൊന്നുമല്ല, കുഴപ്പമില്ല എന്ന് പറയാന്നുള്ളൂ. 25 നന്നായി പോട്ടെ, നന്നായി വരട്ടെ എന്ന് ആശംസിക്കാം എല്ലാവരുടെയും. അപ്പോൾ അത് ഞങ്ങളെ നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഒരാളിവിടെ നിന്നിട്ട് ഫുൾ തുണി പറക്കി കളയേണ്ടിട്ടാണ് അവളുടെ കൊട്ടയിലത്തെ ഫുൾ തുണി പറിച്ചിടുക, പൊടി പറക്കിയിടുക. അവിടെ നിന്ന് പറക്കിയിട്ട അല്ലെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യും, സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കൂട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയാം. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഇതൊന്നുമില്ല. ജസ്റ്റ് ന്യൂ ഇയർ അല്ലേ, ന്യൂ ഇയർ ആയിട്ട് ഒരു പുതിയ വീഡിയോ ഇടണം. ഞാൻ വിചാരിച്ചു കൊല്ലം അവസാനം ഒരു പുതിയ വീഡിയോ ഇടാന്ന് വെച്ചു. പക്ഷെ അത് നടന്നില്ല. എന്തിടാ അപ്പൊ ഇന്ന് ന്യൂ ഇയർ അല്ലേ, ന്യൂ ഇയർ ആയിട്ട് ഒരു വീഡിയോ ഇടുക, ഡൈൻ മൈ ലൈഫ് പോലെ ഇടാന്ന് വെച്ചു. പക്ഷേ ഡൈൻ മൈ ലൈഫ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മളെന്താ വെച്ചു, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് ഇടാന്ന് വെച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തായാലും ന്യൂ ഇയർ ആയിട്ട് എനിക്ക് ന്യൂ ഇയർ സംബന്ധമായ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നിയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ചെയ്യണ പുതിയ വർഷത്തിൽ ചെയ്യാൻ പോണ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലാഗ് വരും. ഇപ്പം ഞാൻ ഒരു ഒരാഴ്ചയിൽ 2 വീഡിയോ ഷോർട്ട്സിലൊക്കെ 2 വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് മാറ്റിയിട്ട് ഒന്നരാടം വീഡിയോസ് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉണ്ണിയൊക്കെ ഉള്ള കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലാഗാവും. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എന്നാലും പറ്റണത്ര ഞാൻ ഇടാൻ ശ്രമിക്കാം. നമുക്ക് ഉണ്ണിക്കോ അല്ലെങ്കിൽ എനിക്കോ പെട്ടെന്ന് വയ്യാതാവുക അല്ലെങ്കിൽ പോകേണ്ടി വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ലാഗാവും വീഡിയോസ് ഇടാൻ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഒന്നരാടം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോസ് ഇടണമെന്നുണ്ട്. അപ്പോൾ അത് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് 1-ാം തീയതി ആയിട്ട് ഇന്ന് തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കൃഷി, ചെടി വളർത്തൽ, അങ്ങനെ വീണ്ടും ബാക്ക് ടു എൻ്റെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഞാൻ ചെയ്തിരുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ വന്നപ്പോൾ ഒക്കെ ചെയ്യാണ്ടായതായിരുന്നു. അപ്പോൾ വീണ്ടും എന്താ പറയുക, ചെടി വളർത്തണം അങ്ങനെയൊക്കെ വിചാരിച്ച് കുറച്ച് വിത്തും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ അതിൻ്റെ ബാലൻസ് ഇങ്ങനെ അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. പിന്നെ എന്താ, അങ്ങനെ എന്താണ് തീരുമാനങ്ങളാണ് ഞാൻ ഈ ഒരു വർഷത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ തീരുമാനങ്ങളും എന്താ പുതിയൊരു വർഷമായിട്ട് എന്തൊക്കെയാണ് നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയട്ടെ, എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ. പിന്നെ എന്തോ പിന്നെ ഇന്നലെ എന്താ ന്യൂ ഇയർ സെലിബ്രേഷൻ, ഇന്നലെ 31 നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ 2ഉം കൂടെ, ഇന്നലെ ന്യൂ ഇയർ സെലിബ്രേഷനും ഉള്ള വീഡിയോ ഇന്നത്തെ കൂടെ ആയിട്ട് ഞാൻ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ മൊത്തത്തിൽ ഇത്തിരി കുറവായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു, പലയിടത്തും പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ ടിക്കറ്റ് ഷോകളായിരുന്നു. അപ്പോൾ അത് അത്ര അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പണ്ടിവിടെ റൗണ്ടിലൊക്കെ നല്ല പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ പോവാറുള്ളത്. നല്ല സൂപ്പറായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ടിക്കറ്റ് ഷോസ് ആയതുകൊണ്ടും എന്താ പറയുക
അധികം നമ്മൾ പക്ഷെ നമ്മൾ പോയി രാത്രി എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കാണാം എന്നുള്ള ഇതിൽ പോയിണ്ടായിരുന്നു. പക്ഷേ പരിപാടി ഇതുണ്ടായിരുന്നു, ബോച്ചയുടെ പരിപാടി, അതും ടിക്കറ്റ് ഷോ ആയിരുന്നു. പക്ഷെ രണ്ടിലും ടിക്കറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ടിക്കറ്റൊന്നും കിട്ടിയിരുന്നില്ല. അപ്പം നമ്മൾ പോയപ്പോൾ റൗണ്ടിലൊന്നും ഭയങ്കര ശൂന്യം, ഒരു വേറൊരു പരിപാടികളില്ല. ആ ഒരു പരിപാടി നടക്കുന്ന 2 സ്ഥലത്ത് മാത്രം ഇത്തിരി ആൾക്കാരും ക്രൗഡും ബഹളം ഉണ്ടെന്നല്ലാണ്ട് വേറൊരു ഓളുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തു, പരിപാടി ഉണ്ടാവും കാണാം എന്നുള്ള വെച്ചൊരു വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷെ വണ്ടിയിൽ ആ ഒരു വീഡിയോ ഉള്ളു, വേറെ ഒന്നും എടുക്കാനില്ല വീഡിയോസിൽ. ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ടൗണിൽ കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാറിറങ്ങിയതാണ്. രാത്രി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കാണാം വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് 9 മണി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇറങ്ങുന്നതാണ്. പക്ഷെ ഒരു പരിപാടി ഇല്ല, ഭയങ്കര ശൂന്യം. ഇത് എൻ്റെ മോള് വരെ ഉറങ്ങാതിരുന്ന് കാണാൻ വെച്ചിരുന്നതായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ശൂന്യമായിരിക്കും. നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു എനിക്കോ ബഹളോ ഇതിൻ്റെ എന്താ പറയുക ന്യൂ ഇയറിൻ്റെ ഒരു വൈബൊന്നുമില്ല. റോഡിൽ അങ്ങോട്ട് വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അത് ഓവറായിട്ടൊന്നുമില്ല. പിന്നെ പള്ളികളിലും വീടുകളിലുള്ള വെളിച്ചങ്ങളുണ്ട്, അല്ലാതെ വേറെ ഒന്നും നമുക്ക് സ്പെഷ്യലായിട്ടൊന്നും കാണാനോ പറയാനോ ഒന്നും തന്നെ ഇല്ല. അപ്പം പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി മൊത്തം റൗണ്ടിൽ കൂടെ ഒന്ന് പോയി അങ്ങനെ ശക്ത വഴി അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ, ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. പിന്നെ കുറച്ച് ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് മുകളിലിടാം. പിന്നെ ബായ്, ടാറ്റ കൊടുക്ക്, ബായ്, ടാറ്റാ, ബൈ, സീ യു, ടാറ്റാ, ബൈ, സീ യു. ഉമ്മ ഞാൻ ഉമ്മക്ക് തരും, ചെറുതായി വരുന്നുള്ളൂ. അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. അപ്പം അതേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തുണികൾ ഇവിടെ വലിച്ചു വരിട്ടുണ്ട്. ഞാൻ അതെടുത്ത് വെക്കലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് പണി എന്ന് പറയുന്നത്. ഒരു ട്രയലത്തെ ഫുൾ തുണികൾ ആൾ വലിച്ചു വരിട്ടിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ കോലും ആൾ നിന്നിട്ട് കാണിച്ചത്. അവളുടെ വീട്ടിലുള്ള ഡ്രസ്സുകളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കാണിച്ചൊരു ഇതായിരുന്നു. ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ വീട്ടിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ എന്ന് പറയുന്നത് കണ്ട, ഇങ്ങനെ ഒരു കലണ്ടർ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഞാൻ ഒന്ന് ഇതാക്കിയതാണ് ഈ കലണ്ടർ. അതേമാതിരി തന്നെ നമ്മളിവിടെ ഒരു കലണ്ടർ വന്നിട്ടുണ്ട് കേട്ടോ. കലണ്ടർ വേണ്ടവർക്ക് പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരും, ഷിപ്പിങ്ങും ചെയ്തു തരും. അതിൻ്റെ ചാർജ് അഡീഷണൽ വാങ്ങിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇനി അതൊന്ന് ചെയ്യാനുള്ളതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു കലണ്ടർ ഇവിടെ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ചെറിയ കലണ്ടറാണ്. അതൊക്കെ ഫുള്ള് ഇന്ന് നമ്മൾ വെട്ടിയിട്ട് ഫുള്ള് ഇതാക്കാം. ഇതൊക്കെയാണ് അപ്പം നമ്മുടെ 2025 വന്നതിന് ശേഷം വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ കലണ്ടർ വീട്ടിൽ വന്നൊരു മാറ്റം. ഇനി നമുക്ക് എന്താ പറയാ, ഇനി കുറച്ച് പണിയുണ്ട്. അപ്പത്തിന് നമ്മളത് കഴിഞ്ഞ് നേരെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കൃഷി ചെയ്ത് തുടങ്ങണമെന്ന്. നമ്മളത് ചെയ്യാൻ വേണ്ടിയാണ് നേരെ വന്നത്. അപ്പം ഞാൻ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്ന വിത്തിടുന്നൊന്നും എടുത്തില്ല. പക്ഷേ ഇതിലൊക്കെ മണ്ണ് നിറച്ച് ആദ്യം വിഷ്ണുവിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇതൊക്കെ ആ മതിലിൻ്റെ അവിടെ നിന്ന് അവൻ എനിക്ക് കൊണ്ടുവന്നിട്ടാന്ന് ഞാനതൊക്കെ നിറച്ച് വിത്തൊക്കെ ഭാവി ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി കുറച്ചും കൂടി ആക്കണം. അത് ഞാൻ ഓരോ സ്റ്റെപ്പായി ചെയ്യാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻസ് വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇന്ന് അത്രേ ഉള്ളൂ. ചെറുതായിട്ടൊരു ന്യൂ ഇയർ വിശേഷത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നു എന്നുള്ളൂ. അപ്പോൾ നാളെ തൊട്ട് ഇന്നത്തെ വീഡിയോസ് തൊട്ട് നല്ലൊരു വീഡിയോസായിട്ട് ഞാൻ ഒന്നരാടം വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നല്ല നല്ല വീഡിയോസും കണ്ടന്റുകളായിട്ട് വരാൻ നോക്കാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ.
പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഈ വർഷം നടത്താൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് എല്ലാവരും നടപ്പാക്കുക. അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ പറയാനുള്ളത് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.